ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിൽവർ ഇന്നോവയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതൊരു തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. വണ്ടി ഡെലിവറി ചെയ്തിട്ട് കുറച്ച് നാളായി, പക്ഷേ വീഡിയോ പെൻഡിങ് ആയിരുന്നു. അതായത് വീഡിയോ ഇടാനായിട്ട് ലേറ്റായി. ഓക്കെ, ആ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2005 മോഡലൊരു വണ്ടിയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ബോഡി ഷേപ്പ് ഔട്ട് ആയിരുന്നൊരു വണ്ടിയായിരുന്നു. ഏകദേശം 15,000 രൂപയുടെ പാച്ച് വർക്ക് മാത്രം ഉണ്ടായിരുന്നൊരു വണ്ടിയായിരുന്നു കേട്ടോ. റൂഫും കാര്യങ്ങളൊക്കെ താഴേക്ക് ഇരുന്നിരുന്നു. അതേപോലെ ഡോറുകൾ 4 ഡോറുകളും ഔട്ട് ഓഫ് ഷേപ്പായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ നീറ്റാക്കി ഫുൾ കംപ്ലീറ്റ് ചെയ്ത് വണ്ടി ഡെലിവറി ചെയ്ത് ഏകദേശം ഇപ്പോൾ ഒരു മാസമുള്ള വണ്ടി ഡെലിവറി ചെയ്തിട്ട് അന്നത്തെ വീഡിയോ ഇടണേ. ഓക്കെ, അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അതിന് ശേഷം ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്ലാസ് റിമൂവ് ചെയ്തപ്പോൾ എന്തുണ്ടായെന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ ഈ ഒരു ഭാഗം പീസേ ഉണ്ടായിരുന്നില്ല. ഗ്രൈൻഡ് ചെയ്യണോണ്ട് സൗണ്ടിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. ഈ ഒരു ഭാഗം കണ്ടോ, ആ ഒരു ഭാഗം പീസേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പീസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു പാച്ച് ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവിടുത്തെ ലീക്ക് പ്രശ്നം ഓക്കെ. ഇപ്പോൾ ഓയിൽ പ്രൈമറും കാര്യങ്ങളൊക്കെ അടിക്കണം, തുരുമ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഔട്ട് സൈഡ് വയറിങ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്രത്തോളം വയറിങ് ഉണ്ടെന്ന് നോക്കി. ഇപ്പോൾ ഇവിടെ ക്ലീൻ ആയത് നോക്കി. ഈ ഒരു ഏരിയ ഫോണിലേക്ക് ഈ ഒരു കണക്ഷനുള്ളൂ, പക്ഷേ മുന്നേ കൊടുത്ത കണക്ഷൻ കുറേ ഇട്ട് അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഹെഡ് ലൈറ്റിൻ്റെ 2 കണക്ഷൻ കിടക്കണം. പഴയത് കട്ട് ചെയ്തിട്ട് 2 കിടക്കുന്നത് കാണിച്ചേ. അതൊക്കെ ഇത്രത്തോളം വയറുണ്ട്. നമ്മൾ ഫ്രണ്ടിലെ ബമ്പറിൻ്റെ ഒരു ഏരിയയിൽ നിന്ന് കിട്ടിയ വയറിന് കാണുന്നത്. ഇതൊന്നും കണക്ഷൻ ഇല്ലാത്ത വയർ. ഇപ്പോൾ ഒക്കെ ഞങ്ങൾ കമ്പനി വയർ കൊടുത്ത് വയർ നമ്മൾ ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ വണ്ടി ഗ്ലാസ് സെറ്റ് ചെയ്യാനായിട്ട് പോകാൻ പോകണം. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ ഇന്നറിൽ നിങ്ങൾ നേരത്തെ കണ്ടിരിക്കും. ഒരുപാട് ടൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. റൂഫും കാര്യങ്ങളൊക്കെ ഒരുപാട് വയറുണ്ടായിരുന്നു കേട്ടോ. ഔട്ട് സൈഡ് വയർ, TVയും കാര്യങ്ങളും അതേപോലെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി. കാരണം എന്ന് പറഞ്ഞാൽ അതൊന്നും നല്ലതല്ല. അത്രയ്ക്കും ലോ ക്വാളിറ്റി വയറൊക്കെ ആയിരുന്നു. അത് വേർത്തായിട്ടുണ്ടെങ്കിൽ പ്രോബ്ലംസാണ്. അപ്പോൾ അത് ഇതായത് ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ ഗ്ലാസ് കയറ്റണം. पूरा बंद कर बोनट पूरा बंद कर. फ्रंट എടുത്തോടാ.
വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കും. ഒരു സിൽവർ കളർ വണ്ടി തന്നെയായിരുന്നു, പക്ഷേ ഒരു പഴയ മോഡൽ സിൽവർ കളർ ആയിരുന്നു കേട്ടോ. ഒരുപാട് ലെയർ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തത്. 1E7 എന്ന് പറഞ്ഞിട്ടുള്ള സിൽവർ കളറാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് അടിച്ചിരിക്കുന്നത്. ഇന്നോവയ്ക്ക് വരുന്ന സിൽവർ തന്നെയാണത്. ഓക്കെ, അപ്പോൾ ആ വണ്ടി ഫൈനൽ ചെയ്തിട്ട് ഉള്ള ലുക്കും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ആ വണ്ടിയുടെ പോളിഷും കാര്യങ്ങൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ആ വണ്ടി ഓൾറെഡി ടൈപ്പ് 1 മോഡൽ വണ്ടിയായിരുന്നു, അതിനെ ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തു. അതേപോലെ തന്നെ അതിൻ്റെ റൂഫ് ഡാമേജ് ഉണ്ടായിരുന്നു, 4 ഡോറ് ഡാമേജ് ഉണ്ടായിരുന്നു. അതേപോലെ മൊത്തത്തിൽ വണ്ടി ഷേപ്പ് ഔട്ടായിരുന്നു. പിന്നെ ഒരുപാട് ഔട്ട്സൈഡ് വയറിങ് ഉണ്ടായിരുന്നു ആ വണ്ടിക്ക്. ഒരുപാട് ഔട്ട്സൈഡ് വയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് എങ്ങനെയാണ് കമ്പനി വരുന്നത് ആ വയറിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ കൊടുത്തു. അപ്പം അങ്ങനെ ആ വണ്ടിയുടെ റൂഫ് ഭയങ്കര മോശമായിരുന്നു. അതായത് ഇന്നറിൽ പറഞ്ഞ റൂഫ് അത് നമ്മൾ ഒട്ടിച്ചെടുക്കുക ഒട്ടിച്ച് സെയിം ക്ലോത്ത് യൂസ് ചെയ്ത് ഒട്ടിച്ച് ക്ലിയർ ചെയ്ത് അതും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നർ റൂഫും നമ്മൾ ഒട്ടിച്ചിരുന്നു. അതിൻ്റെ വീഡിയോസ് എടുക്കാനായിട്ട് സാധിച്ചില്ല, വിട്ടുപോയതാണ്. സീറ്റ് കവറും കാര്യങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ. സീറ്റ് കവറും കാര്യങ്ങളൊന്നും കസ്റ്റമർ പറഞ്ഞില്ല, നോർമൽ കൺവെർഷൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ നീറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വണ്ടിയുടെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ എൻ്റെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോസ്. 1 lakh ആവാൻ നിൽക്കുകയാണ്, പക്ഷേ 1 lakh ആവാനായിട്ട് ഇപ്പോഴും ഏകദേശം ഒരു 8,000-7,000 സബ്സ്ക്രൈബേഴ്സ് വേണം. അപ്പോൾ അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, എന്നാലും കുഴപ്പമില്ല. കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും റിപ്ലൈ വരുന്നതാണ്. വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.